അപ്പോൾ ഉണ്ണിയപ്പം നമ്മളവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്ന് എടുക്കുക. ഹായ്, ഞങ്ങളുടെ കൊച്ചടുക്കളയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെറൈറ്റി രീതിയിൽ ഒരു ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അരിയൊക്കെ ഇട്ട് വെയിറ്റ് നമ്മൾ കുറച്ച് സമയം കുതിർത്ത് ഒക്കെ അടിച്ചെല്ലാം എടുക്കുന്നത്. നമ്മളിപ്പം അരിമാവിലല്ല ചെയ്യുന്നത്, നമ്മൾ മൈദ മാവ് കൊണ്ട് ഒരു കിടിലം ഒരു ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാം, അതാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വാ. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് മതി. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇടുന്ന പറയാ തേങ്ങാക്കൊത്താണ്. അതൊന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു ചരുവ അടുപ്പിൽ വെച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര ഒരുക്കാനാണ്. അതിന് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. കുറച്ച് വെള്ളം മതി. ഒന്ന് ഉരുകി വരട്ടെ. ഇത് നമ്മളതാ ഒരു അരമുറി തേങ്ങ നമ്മളിപ്പോ പാല് പിഴിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഒറ്റ പാല് മതി, സിംഗിൾ പാൽ. ഒന്ന് പിഴിഞ്ഞെടുക്കും. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് മാവ് എടുക്കലാണ്. ഞാൻ ഒരു 250 ഗ്രാം മാവ് എടുക്കുന്നുണ്ട്. മൈദയാണ്. ഇതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരുന്ന തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ള് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ്. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു നുള്ള് ഉപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്താണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഏലക്കാപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ബീറ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ സോഡാപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു പരുവാണ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഈ ഒരു പരുവ. അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ നല്ല ചട്ടി, നമ്മൾ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചു, ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന് നമുക്ക് കുറച്ച് എണ്ണ എല്ലാത്തിനും ഇങ്ങനെ ഒഴിച്ചു. അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും.
അപ്പം എല്ലാം നമ്മളൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സൈഡൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തിരിച്ചിടാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാത്തിനും. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കുറേ വെച്ച്. അപ്പോൾ ഏകദേശം ഒരു ഭാഗം വെന്ത് കാണും. നമുക്കിപ്പോൾ ഉണ്ണിയപ്പം നമ്മളവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്ന് എടുക്കുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത ട്രിപ്പ് ചെയ്യാം. ഇതേപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് ഉണ്ണിയപ്പം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഉണ്ണിയപ്പം, മൈദമാവിനകത്ത് തയ്യാറാക്കിയ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് പല രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മൂപ്പ് കുറഞ്ഞത്, പിന്നെ മൂപ്പ് കൂട്ടിയത്, പിന്നെ സാധാ രീതിയിലുള്ളത്. എങ്ങനെ ആയാലും ഇത് കിടുക്കച്ച് സാധനമാണ്. ഇപ്പൊ ഒന്ന് കഴിച്ചൊക്കെ. ചൂടാ, തണുത്തെന്തി, ഒന്നിനെ ചൂടാ. ഇതാ കാണിച്ചു ഒന്ന് പൊട്ടിച്ച്. ഉള്ളൊക്കെ കണ്ട കറക്റ്റ് ഉണ്ണിയപ്പത്തിന്റെ അതേ നീ കഴിക്കുക. പക്ക. ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ, ഞങ്ങളുടെ ചാനൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കുക. കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.